നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കാൽകളെ പോലെ ഗിരികളിൽ നിർത്തിയേ. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിന്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം, തൻ്റെ മുൻപിൽ വരുന്ന പ്രശ്നത്തെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതാണ്. ദൈവജനത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേൽ ജനത്തിന് പീഡനമുണ്ടായി. എന്നാൽ ആ പീഡനത്തിൻ്റെ സമയത്ത് നമുക്കറിയാം, അവരെ കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്ന വിധത്തിൽ അവരെ കഠിനവേല ചെയ്യിപ്പിച്ച് ഒരു വിധത്തിലും സമാധാനം കൊടുക്കാതെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ ആ കാലം. എന്നാൽ അവിടെ അവർ നശിച്ച് ഇല്ലാതെയായി, അവർ എണ്ണസംഖ്യ കുറഞ്ഞ് അവരെ ആ ജനം വാണു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവർ എത്രത്തോളം പീഡനം അവരുടെ മേൽ ചുമത്തിയോ അത്രത്തോളം അവർ എക്സ്പാൻഡഡായി, അവർ പെരുകി വന്നു, അവർ വർദ്ധിച്ചു വന്നു. ദൈവത്തിൻ്റെ വലിയൊരു വർധനവ് അവരുടെ മേലുണ്ടായി. യഥാർത്ഥത്തിൽ പീഡനം ഉണ്ടാകുമ്പോൾ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ വർദ്ധിപ്പിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ലൈഫിൽ യഥാർത്ഥത്തിൽ അതാണ് നടക്കുന്നത്. ഒരു പ്രശ്നവും നിന്നെ ഇല്ലാതാക്കത്തില്ല, കാരണം നീ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ആരെങ്കിലും ഞാൻ ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്, അല്ല ഞാൻ വേദനയിലൂടെ കടന്നു പോകുന്നു, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എനിക്ക് പറ്റുന്നില്ല എന്ന വേദനയിൽ ഒരാളായിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അത് നിന്നോട് സംസാരിക്കട്ടെ, ആരാണെന്നൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരട്ടെ. അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരു വലിയ എക്സ്പാൻഷനിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. While they are facing a lot of oppression or afflictions, അവര് പീഡനങ്ങൾ നേരിടുന്ന സമയത്ത് what I was thinking, they are going to change. ഞാൻ ചിന്തിച്ചത് അവര് മാറാനായി പോകുന്നു എന്നാണ്. But when I look at them, ഞാൻ അവരെ നോക്കിയപ്പോ they multiply, അവർ ഇരട്ടിച്ചു, they know how to solve the problems, അവർ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് മനസ്സിലായി, they expanded, അവര് വിശാലതയിൽ വന്നു. but ആ ഓപ്പറേഷന്റെ നടുവിലും അവരെന്ത് ചെയ്തു? അവിടെ സെറ്റിലായി.
more oppression started to come. കൂടുതൽ പീഡനങ്ങൾ അവൻ അനുഭവിക്കാനായി തുടങ്ങി. Are you listening? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഓരോ പ്രശ്നങ്ങളിലും ദൈവജനം തോറ്റുപോയെന്ന് എവിടെ എഴുതിയിട്ടില്ല. Again a law again Pharaoh introduced a new law. ഫറവോൻ ഒരു പുതിയ നിയമം കൊണ്ടുവരാനിടയായി. So let's turn to Exodus chapter 1 verse 22. പുറപ്പാട് ദിവസം 1:22 പോകും. Then Pharaoh commanded all people, saying, every son who is born must be thrown into the Nile. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലേക്ക് ഇട്ടുകളയണം എന്ന് That കൽപ്പിച്ചു. means oppression increase, affliction increase. എന്നുവെച്ചാൽ പീഡനം ഇരട്ടിച്ചു, പീഡനം വർദ്ധിക്കുവാനിടയായി. Next word it is saying a solution. അടുത്ത വാക്ക് ഒരു സൊല്യൂഷനാണ് പറയുന്നത്. Let's turn to that solution. നമുക്ക് ആ സൊല്യൂഷനിലേക്ക് പോകാം. Exodus chapter 2 verse 1 onwards. പുറപ്പാട് ദിവസം 1:2 Now a man of house of Levi went to took as his wife as a daughter of Levi, and the woman conceived and gave birth a son. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. നെക്സ്റ്റ് വേർഡ് പറയുന്നത്, അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. Listen, when you read the scripture, we is missing so many things. നമ്മൾ ഈ വാക്യം വായിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്. When you read, what do you guess from the scripture? നിങ്ങൾ ഇത് ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കിയത്? First thing what we guess, നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, a person from Levi family, ഒരു ലേവി ഫാമിലിയിലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. she conceived, അവൾ ഗർഭം ധരിച്ചു, she delivered a baby boy. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. But it's wrong. പക്ഷെ അത് തെറ്റാണ്. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? She already conceived 2 times before. അവൾ അതിനു മുമ്പ് 2 വട്ടം ഗർഭം ധരിച്ചിരുന്നു. Her firstborn is Aaron. അവന്റെ ഒന്നാമത്തെ മകൻ ആരോനാണ്. Secondborn is Mariam. രണ്ടാമത്തെ മറിയമാണ്, മേരിയാണ്. But look at this Bible. പക്ഷെ ഈ വചനത്തെ നിങ്ങൾ നോക്കിയാട്ടെ, Bible never mentioned their names. അവരുടെ പേരുകളൊന്നും ഈ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. Why? എന്തുകൊണ്ട്? When she gave birth the third one, മൂന്നാമത്തെ ജന്മം കൊടുത്തപ്പോ there was a law. അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. Every male child must thrown into the Nile. കുട്ടികൾ ആണായി ജനിക്കുന്ന സർവ്വരെ നദിയിൽ എറിഞ്ഞു കളയണമെന്ന്. That time Moses born. ആ സമയത്താണ് മോസസ് ജനിച്ചത്. She received a problem in her hands. അവളുടെ കയ്യിൽ ഒരു പ്രശ്നത്തെയാണ് അവൾ സ്വീകരിക്കാനിടയായത്. That time she looked at the problem. അവൾ ആ പ്രശ്നത്തിലേക്ക് നോക്കി. She started to see the beauty in that problems. ആ പ്രശ്നത്തിനകത്തുള്ള സൗന്ദര്യത്തെ അവൾ കാണുവാനിടയായി. She saw one thing. അവൾ അത് നോക്കിയപ്പോ ഒരു കാര്യം കണ്ടു. This guy, ഈ പൈതൽ going to stand against Pharaoh. ഫറവോന് എതിരായി നിൽക്കുന്ന വ്യക്തിയായി മാറാൻ പോകുകയാണ്. In another word, ഇത് വേറെ ഭാഷയിൽ പറഞ്ഞാൽ, this guy, ഈ വ്യക്തി, his name is Moses. അവന്റെ പേര് മോശ എന്നാണ്. He is going to execute the will of God in this earth. ദൈവത്തിന്റെ ഹിതം ഈ ഭൂമി പ്രാവർത്തികമാക്കേണ്ട വ്യക്തിയാണ്. She saw the beauty of the child. ആ പൈതലിന്റെ സൗന്ദര്യത്തെ അവൾ നോക്കി. What is the beauty? എന്താണ് അതിന്റെ She സൗന്ദര്യം? saw through him Israel going to deliver from Pharaoh. അവന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പൈതലിലൂടെ ഇതാ ഇസ്രായേൽ ജനം ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുതലിലേക്ക് വരാൻ പോകുകയാണ്. Listen to me. എന്നെ ശ്രദ്ധിച്ചാട്ടെ. Those who are stand against the situations, ആരൊക്കെയാണോ their name will be right in the word of God. ആരൊക്കെയാണോ സാഹചര്യത്തിന് എതിരായി നിൽക്കുന്നത് അവരുടെ പേര് ദൈവവചനത്തിൽ എഴുതപ്പെടും. നിങ്ങളുടെ സാഹചര്യത്തോടൊപ്പം നിങ്ങൾ ജീവിച്ചാൽ നിന്റെ പേര് ലോകം അറിയത്തില്ല. എന്നാൽ സാഹചര്യങ്ങൾക്കെതിരായി ജീവിച്ചാൽ നിന്റെ പേര് എഴുതപ്പെടുവാൻ സ്വർഗം എഴുതിയേക്കും.
എന്റെ കൂടെ ഉള്ളവർക്ക് കൈയടിക്കാം, ആമേൻ പറയാ. പൊരുത്ത ഒരു ജീവിതം നടത്തുന്നവർ അവിടെ നടത്തട്ടെ. പക്ഷേ പ്രതിസന്ധിയുടെ നടുവിൽ ആരാണ് എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിന്റെ പേര് സ്വർഗ്ഗം എഴുതി ചേർക്കും. Until a person stood against the king Pharaoh, the oppression continued. ഫറവോനെതിരായി ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ ആ പീഡനം തുടരുവാനിടയായി. That means somebody has to stand in front of Pharaoh and stop the oppression of this world. എന്നുവെച്ചാൽ ആരെങ്കിലും ഫറവോന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമായിരുന്നു. എന്തിനാ? ഈ പീഡനം അവസാനിപ്പിക്കാൻ വേണ്ടി. How many of you are ready to stand for God to stop the oppression? ഈ പീഡനം അവസാനിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എത്ര പേർ റെഡിയാണ്? Hallelujah. That means you are called like Moses, you are called like Joshua, you are called like David, you are called like Daniel, you are called like Jesus, you are called like Paul to stand against the devil and stop the മോശയെ പോലെ, ദാവീദിനെ പോലെ, ഏലിയാവിനെ പോലെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പിശാചിനെതിരെ നിൽക്കുവാൻ വേണ്ടിയിട്ട്. God is calling you to stand and execute His will on this earth. That is your calling. If you're ready to stand for that calling, you will see a great move of God in this earth. ഈ ലോകത്തിലെ പീഡനങ്ങൾക്കെതിരായി നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് പ്രതിപുരുഷനായിട്ട് അതിനുവേണ്ടി നിൽക്കുകയാണെങ്കിൽ ദൈവം നിന്നോടൊപ്പം ഈ ലോകത്ത് പ്രശ്ന പരിഹാരമായി നിൽക്കുവാനിടയാകും. Say to your neighbor, you should live a life of victory. നീ ഒരു ജയകരമായ ജീവിതം ജീവിക്കേണ്ട ആവശ്യമാണ്. Because he who lives in you is greater than he who lives in this world. ഈ ലോകത്ത് ജീവിക്കുന്നതിനെക്കാട്ടി വലിയവൻ നിന്റെ അകത്ത് ജീവിക്കാനിടയാകുന്നു. That's why Isaiah chapter 60 verse 1 says, arise and shine. അതുകൊണ്ടാണ് യെശയ്യാ 60:1 പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. Be radiant with the glory of God. ദൈവത്തിന്റെ തേജസ്സ് കൊണ്ട് നീ ഉദിച്ചിരിക്കുന്നു. For your light has come. നിന്റെ സമയം വന്നിരിക്കുന്നു. Your light has come. നിന്റെ പ്രകാശം The വന്നിരിക്കുന്നു. glory of the Lord risen upon you. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ എഴുന്നേറ്റിരിക്കുന്നു. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. Rise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക. The world covered with the darkness, you are called to shine. ഈ ലോക ഇരുട്ടിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ പ്രകാശിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. Don't cry, Lord help me, Lord change my situation, Lord so wipe my tears. Don't cry now, but instead of crying, rise up and shine. Rise up and say, I know who I am, I know who lives in me, I know what I can do. You have to say, then you will see a victorious life in you. ഈ ലോകത്തെ നോക്കി, ഈ പ്രശ്നത്തെ നോക്കി നീ കരയരുത്, എന്റെ കണ്ണുനീർ തുടക്കണമെന്ന് പറയരുത്. അതിന് പകരം എഴുന്നേറ്റ് പ്രകാശിക്കുക. നീ പറയുക, ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ സംഭവിക്കാനിടയാണ്. When you are facing depression, oppression, sufferings, don't look at and cry, Lord, 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 help me, Lord. Don't do that. നീ പീഡനങ്ങൾ നേരിടുന്ന സമയത്ത് പറഞ്ഞിട്ട് ദൈവമേ 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 എന്ന് നീ പറയാൻ കരയുവാനിടയാകരുത്. അത് ചെയ്യരുത്. When the world facing oppressions, you are called to solve that oppression. നീ ലോക പീഡനങ്ങൾ നേരിടുന്ന സമയത്ത് ആ പീഡനങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാരമായി നീ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. സഹായിക്കണമേ കർത്താവേ, സഹായിക്കണമേ കർത്താവേ, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവേ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ കർത്താവേ. കർത്താവേ, ബൈബിളിലില്ലാത്ത വാചകം. ശത്രുവിന് എന്നെ വിട്ടുകൊടുക്കരുതേ കർത്താവേ, ബൈബിളിലില്ല. ശത്രുവിന് മുമ്പിൽ എന്നെ തലകുനിക്കാൻ ഇടയാക്കരുതേ, ബൈബിളിലില്ല. എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയത്തുമില്ല. എന്നെ വിട്ടുകൊടുക്കല്ലേ. നിന്റെ മക്കളെ നീ വിട്ടുകൊടുക്കത്തില്ല, പിന്നെ സ്വർഗത്തിലെ എന്റെ സ്വന്തം അപ്പൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് നാണമില്ലേ പറയാൻ? വിട്ടുകൊടുക്കല്ലേ.
അതിന്റെ അർത്ഥം നീ പോകുന്ന പ്രശ്നങ്ങളെല്ലാം അങ്ങേര് കൊടുത്താന്നാ വിചാരം. അത് കള്ളൻ ഉണ്ടാക്കിയാന്നുള്ള ബോധമില്ല. I have a loving father. എനിക്കൊരു He സ്നേഹിക്കുന്ന never പിതാവുണ്ട്. leaves me alone. അവൻ എന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല. He said, he given off a promise. I never leave you as like a orphan. ഞാൻ ഒരു അനാഥനെ പോലെ നിന്നെ ഒരിക്കലും വിടത്തില്ലെന്ന് അവൻ വാഗ്ദത്തം I ചെയ്തിരിക്കുകയാണ്. come and lives in you. ഞാൻ വന്ന് നിന്നിൽ വസിക്കുകയത്ര ചെയ്യുന്നത്. എന്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറയാത്ത? എന്താ നമുക്കറിയാവുന്ന ഒരു സങ്കീർത്തനമോ? എന്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശം ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. ഞാന് സഹായം ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞില്ല. ദൈവത്തിനെ സഹായിക്കാൻ പറ്റും. പക്ഷെ അതിന് ഞാൻ ആകാശത്തിലേക്ക് നോക്കി എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കണ്ട. കാരണം എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും. അടുത്തിരിക്കുന്ന ആളുടെ നെഞ്ചിലോട്ടും തട്ടിയിട്ട് പറ, അവിടെ നിന്ന് വരും. കിട്ടിയ ചാൻസ് ഒരു തട്ടെങ്കിലും തട്ട്. ഇവിടെ നിന്ന് മേളിലോട്ട് നോക്കാതെ എങ്ങോട്ട് നോക്ക. അവൻ അവിടെ അല്ല ഇവിടാ. അവൻ അവിടെ അല്ല ഇവിടാ. പറ. കൈ അടിക്കല്ലേ കേട്ടോ, വളരെ മോശമായി പോകും. ഒന്ന് കര ഉയർത്തി പറഞ്ഞ്, അവൻ അവിടെ അല്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ മുകളിലല്ല, എൻ്റെ ഉള്ളിലാ. Hallelujah. When you walk in this conscious, your life will be no more the same. ഈ ബോധ്യത്തിൽ നിന്ന് നടക്കുമ്പോൾ ഇനി നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കത്തില്ല. God spoke to me this way. ഈ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കാനിടയായി. A person's mind, a person's decision or stance give an answer to those who are oppressed. ഒരു മനുഷ്യന്റെ തീരുമാനവും അവൻ നിലനിൽക്കുന്ന മനോഭാവവും അവന്റെ ഉത്തരങ്ങൾക്ക്, അവന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമായി തീരുവാനിടയാകും. നീ നിൽക്കുന്ന രീതിയും നിന്റെ തീരുമാനവും അനേക പീഡിതർക്ക് ഉത്തരമായി തീരും. Amen. Hallelujah. I want to live like that. How many of you say amen? Amen. എന്റെ സ്റ്റാൻഡ്, എന്റെ മനോഭാവം അതനേകരുടെ ഉത്തരമായി തീരണമെന്നാണ് എന്റെ ആഗ്രഹം. Because I am answer. ഞാനൊരു ഉത്തരവാണ്. Hallelujah. പറ. എന്നെ കാണുന്നവർ ഉത്തരം കിട്ടിയ പോലെ ഇരിക്കും. എന്നെ കണ്ടവർ ഉത്തരം ലഭിച്ച പോലെ. പറ. നിന്റെ സ്കൂളിൽ നീ ഒരു ഉത്തരവാ, നിന്റെ പട്ടണത്തിൽ നീ ഒരു ഉത്തരവാ, നിന്റെ ദേശത്ത് നീ ഒരു ഉത്തരവാ. കാരണം ദൈവം നിന്നെ അതിനായി വിളിച്ചിരിക്കുക. My decisions, my stands, എന്റെ തീരുമാനം, എന്റെ നിലനിൽക്കുന്ന മനോഭാവം, it is going to be an answer to the oppressions. പീഡനം അനുഭവിക്കുന്നവർക്ക് ഒരു ഉത്തരമായിരിക്കും. It is going to give an answer to those who are oppressed. പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമായി തീരുവാനിടയാകും. അത് പറ, എന്റെ ഈ നിപ്പ്, എന്റെ നിൽപ്പ്, ഉറക്കെ പറ, എന്റെ ഈ നിൽപ്പ്, എന്റെ ഈ ഡിസിഷൻ, എന്റെ തീരുമാനം അനേകരുടെ പീഡിതരുടെ ഉത്തരമായി തീരാൻ പോവാ. നിങ്ങൾ എന്താ ഹല്ലേലൂയ പറയാത്തെ? Hallelujah. 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 Say to your neighbor, chose to stand against the oppression. പീഡനങ്ങൾക്കെതിരായി നിൽക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. നിങ്ങളുടെ പ്രശ്നത്തെ എൻ്റെ അടുക്കൽ വരരുത്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യുക മാത്രമല്ല, മറ്റൊരാളുടെ പ്രശ്നത്തിന് ഉത്തരമായി നിങ്ങൾ മാറണം. നമ്മുടെ മുൻപിൽ വരുന്ന സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രാധാന്യമുള്ള കാര്യം. ഒരു ദൈവ പൈതലിനെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് പരാജയം അനുഭവിക്കേണ്ടതിനല്ല, തൻ്റെ മുൻപിൽ വരുന്ന ഏത് സാഹചര്യത്തെയും ജയിച്ചു വാഴേണ്ടതിനാണ്. ഒരുപക്ഷെ നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ ഈ സാഹചര്യം അനുഭവിച്ചവർ പരാജയപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവിടെ ഒരു ദൈവ പൈതൽ പരാജയപ്പെടത്തില്ല, അതിനു പകരം വലിയൊരു വർധനവിലേക്ക് വരും. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിന്റെ പേര് ദീപ എന്നാണ്. ദീപ തിരൂരിൽ നിന്ന് വരുന്നു. സിസ്റ്ററിന് 7 വർഷമായി മാനസികമായ ബുദ്ധിമുട്ടായിരുന്നു. 7 വർഷമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു. അതെ. അപ്പോൾ 6 വർഷം മുമ്പ് ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ആ മാനസിക രോഗത്തിൻ്റെ ഗുളിക കഴിക്കുന്നതൊന്നും മാറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സിസ്റ്ററിൻ്റെ ഏരിയയിലുള്ള ഒരു ലീഡറിൻ്റെ വീട്ടിലെ സെൽ മീറ്റിങ്ങിന് കടന്നു വരുവാനിടയായി. ആ സെൽ മീറ്റിങ്ങിന് കടന്നു വന്ന് ആ സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ പൂർണ്ണമായി സൗഖ്യമായി. ഒന്ന് ചേർന്ന് കൈയടിച്ചു ഒരു ആമീൻ പറഞ്ഞേ. ഇത് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചു വന്നതല്ല, അവരുടെ വീട്ടിലൊരു സെൽ മീറ്റിങ്ങിന് കൂടിയതാണ്. കൊച്ചു സെല്ലിൽ നടന്ന കാര്യമാണ്. ഒന്ന് കൈയടിച്ചു ഒരു ആമീൻ പറഞ്ഞേ. ആമീൻ. ഇത്ര നാള് മരുന്ന് കഴിക്കുന്നില്ല. തിരൂര് മീറ്റിങ്ങിന് തിരൂരിലുള്ള ചുറ്റുപാടുള്ള നടന്ന മീറ്റിങ്ങിനാണ്. വണ്ടർഫുൾ. എത്ര നാളായിട്ട് മരുന്ന് കഴിച്ചിരുന്നു? 6 വർഷത്തോളം കഴിച്ചു. 7 വർഷത്തോളം ഡിപ്രഷൻ മരുന്ന് കഴിച്ചു. ഇപ്പൊ മരുന്ന് കഴിക്കണ്ട. ഉറങ്ങത്തില്ലായിരുന്നു. എന്ത് വരുന്ന പ്രയാസം ഉണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. അത് വന്ന് പറയാൻ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. കർത്താവേ, നിന്റെ മകൾക്ക് കൊടുത്ത ഡെലിവറൻസിനായി സ്തോത്രം. ധൈര്യത്തോടെ നിർത്തിയാട്ടെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ സിസ്റ്റർ മാനസിക പ്രയാസം മാറി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറയാം, അവളുടെ തോളും ഈ പുറവശവും നിരന്തരം വേദനയുള്ളത് കൊണ്ട് ചില ഷർട്ട് ഇടാൻ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. ഞാനിത് വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തോളും ഈ പുറകുവശവും യേശുവിനെ സൗഖ്യമാക്കുകയാണ്. ചേച്ചിക്ക് കൈ പൊക്കാൻ പ്രയാസമുണ്ടോ? തോളിനാണ്, ഇവിടെയാണ് പ്രയാസം. ഡ്രസ്സ് ഇടാനൊക്കെ പ്രയാസമുണ്ടോ? ഇങ്ങോട്ട് പുറകോട്ട് പ്രയാസമോ? ഓക്കെ, കർത്താവ് നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യുക. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞോട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. കർത്താവ് ഇതിന് നമ്മൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഈ കണ്ണിന് വല്ല കാഴ്ചക്കുറവുണ്ടോ? കുറച്ച് 2-3 മാസമായി കണ്ണിന് ഒരു പ്രശ്നം. ഓ, കണ്ണാടി വെച്ചിട്ടുണ്ടോ? കണ്ണാടി വെക്കും, പക്ഷെ ബൈബിള് വായിക്കുമ്പോ കണ്ണാടി വെക്കണ്ട. ഓ, കണ്ണിന് പ്രശ്നമുണ്ട്. കണ്ണാടി വെച്ചിട്ടുണ്ട്, പക്ഷെ കണ്ണാടി എന്ത് കൊണ്ടുവന്നില്ല. നല്ലതായി കൊണ്ടുവരാഞ്ഞത്. അല്ല, കണ്ണാടി വെച്ചിരിക്കുന്ന ആളിനോട് കണ്ണിന് പ്രശ്നമുണ്ടെന്ന് ചോദിക്കണ്ടല്ലോ. കാരണം അവരെ കാണുമ്പോഴേ കണ്ണിന് പ്രശ്നമുണ്ടോ അയാൾ അറിയാലോ. പക്ഷെ എനിക്ക് ചേച്ചിയോട് ഒരു ദൂത് പറയാനുണ്ട്. 2 കണ്ണും ഇപ്പോൾ സൗഖ്യമാവുക. ഇനി അടുത്ത മാസം വരുമ്പോൾ 2 സാക്ഷ്യം പറയണേ. 2 കണ്ണും ഇന്ന് റിസ്റ്റോർ ആവും. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ശബ്ദം ഉയർത്താം. ഒന്ന് ശബ്ദം ഉയർത്തി പറയാം. ആമേൻ പറയാം. മകൾക്കായി സ്തോത്രം. അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. സൂപ്പർ നാച്ചുറലായി ഇതിന്റെ മകളെ വിടുവിച്ചതിന് നന്ദി. താങ്ക് യു. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ശോഭ സുനിൽ. ചെർക്കിക്കോട് നിന്നാണ് കടന്നു വരുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം കരുതിയ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. കഴിഞ്ഞ സൺഡേ ചർച്ചിലേക്ക് വരുന്നതിന് മുമ്പ് അയൺ ചെയ്തതിന് ശേഷം അയൺ ബോക്സ് ഓൺ ആക്കിയിട്ട് സിസ്റ്റർ വീട്ടിൽ വെച്ചിട്ട് ചർച്ചിലേക്ക് പോകുന്നു. അയൺ ബോക്സ് കമർത്തി വെച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്ന് വൈകുന്നേരം നൈറ്റിലാണ് സിസ്റ്റർ പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. സിസ്റ്റർ അത് ചെന്ന് നോക്കുമ്പോൾ അയൺ ബോക്സ് ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ചുറ്റുപാട് ചെറിയൊരു ചൂട് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. വലിയ അപകടത്തിൽ നിന്നാണ് ദൈവം രക്ഷിച്ചത്. സിസ്റ്റർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശരീരത്തിൽ വളരെ അസ്വസ്ഥതകളായിരുന്നു. ശരീരഭാരത്താലും നടുവേദന, ശരീരം മൊത്തം വേദനയാൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ തന്നെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പോകുന്ന പോലെ സിസ്റ്റർക്ക് അനുഭവപ്പെട്ടു. ഇപ്പൊ പരിപൂർണമായിട്ടുള്ള സൗഖ്യം സിസ്റ്റർക്ക് ലഭിക്കാനിടയായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്, എന്റെ സ്വന്തം പെങ്ങളുടെ മോനാണ്. ഓക്കെ, പറഞ്ഞാട്ടെ. ബ്രദറെ, ഈ ഫാമിലിക്ക് ലഭിച്ച വലിയൊരു സന്തോഷത്തിന്റെ സാക്ഷ്യമായിട്ടാണ് ഈ ഫാമിലി നിൽക്കുന്നത്. ബ്രദറിന്റെ പേര് വിവേക്, വൈഫിന്റെ പേര് ശില്പ. ഇവർ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഇവരുടെ സാക്ഷി ഇങ്ങനെയാണ്: വിവാഹം കഴിഞ്ഞ് 4.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നമ്മുടെ പബ്ലിക് മീറ്റിംഗിനകത്ത് ബ്രദർ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 4.5 വർഷം കൊണ്ട് നടക്കാത്തത് ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനോട് നല്ല ആമേൻ പറയാം. കർത്താവേ, ഞാൻ ശില്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടില് എൻ്റെ പെങ്ങളുടെ മോനാണ്, മരുമോളാണ്. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കര ഉയർത്തിയവരെ അനുഗ്രഹിച്ചേ. കർത്താവ് ഇതിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ലൗബിനെ അനുഗ്രഹിക്കുന്നു. നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. സന്തോഷത്തോടെ പോകാൻ വരുന്നല്ലേ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം.
ഓരോ അത്ഭുതങ്ങളും എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിലും വിശ്വാസത്തിൻ്റെ ആ വീര്യത്തിലുമൊക്കെ ഉറപ്പിക്കുന്നതാണ്. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ അതെന്നോട് ചിലത് സംസാരിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്ന്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ആരെങ്കിലും പ്രയാസത്തോടെയും വേദനയോടെയും ആയിരിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമ്മുടെ സൊല്യൂഷൻ അവനിലാണ് ആയിരിക്കുന്നത്. എനിക്കുള്ള പരിഹാരകൻ അവനാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി പറയുന്നത്, ഞാൻ തൊടുന്നതിലൊന്നും എനിക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നാണ്. ആ പറയുന്ന വാക്കുകളെ ഒന്ന് ഡിലീറ്റ് ചെയ്താട്ടെ. അതിന് പകരം പറഞ്ഞാട്ടെ, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ തൊടുന്നതിലെല്ലാം ഉയർച്ചയുണ്ടാകുമെന്ന് പറഞ്ഞാട്ടെ. തൻ്റെ വായിൽ ആ വാക്കുകൾ വരട്ടെ, ചിന്തകളിൽ ആ വാക്കുകൾ വരട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരിക്കുന്ന ആ സാഹചര്യങ്ങൾ ഒരിക്കലും നിന്നെ ഇല്ലാതാക്കത്തില്ല. കർത്താവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കുന്നു കർത്താവെ. അപ്പോൾ ആ വ്യക്തി തൊടുന്നതെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ, വലിയൊരു വർധനമുണ്ടാകട്ടെ. അപ്പോൾ തൻ്റെ മുൻപിൽ വരുന്ന സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമല്ല അനുകൂലമാകണമെന്ന് എന്ന് ചിന്തിക്കാൻ കഴിയട്ടെ. അപ്പോൾ താങ്ക് യു ജീസസ്. കർത്താവേ, ഈ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കൈയുടെ ഈ മുട്ടിൽ പ്രയാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ മുട്ട് മടക്കുമ്പോഴും നോക്കുമ്പോഴും എല്ലാം വേദനയാണ്. തനിക്കൊരു കാര്യം സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല, എന്ത് പറ്റിയതാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ വേദന ഇപ്പോൾ മാറുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസം ഇപ്പോൾ മാറുന്നത് കാണാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. നാളുകളായി തൻ്റെ കണ്ണിൽ കരട് വീണതുപോലെ എപ്പോഴും പ്രയാസമാണ്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവെ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും ചലിക്കട്ടെ. അപ്പാ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കെന്നുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.